നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2018 മോഡൽ സിംഗിൾ ഓണർ വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിയാഗോ JTP വെർഷനാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാറ്റ ടിയാഗോയുടെ പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള ടാറ്റ ടിയാഗോ JTP എന്ന് പറഞ്ഞ വാഹനമാണ്. ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം കൂടി തന്നെയാണിത്. അപ്പോൾ ഇത് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെർഫോമൻസ് എഡിഷനായിട്ട് ടാറ്റ ടിയാഗോ JTP എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ബോണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു എയർ വെൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളോമി ലാംപ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ്. അതുപോലെ തന്നെ സാധാരണ ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബാഡ്ജിങ്ങും അതുപോലെ തന്നെ JTP ബാഡ്ജിങ്ങും ഗ്രില്ലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ടാറ്റ ടിയാഗോ JTP എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറങ്ങിയാണ്. ഇതിൻ്റെ ഫെൻഡറിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ JTPയുടെ ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു സവിശേഷത എന്ന് വെച്ചാൽ സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് 15 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ അപ്പോളോയുടെ ടയേഴ്സ്, അപ്പോളോ അമേസർ 4G ടയേഴ്സാണ് ഇതിനകത്ത്. 90% ടയർ ഗ്രിപ്പ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടാറ്റയുടെ ജെനുവിൻ ആക്സറീസ് ആയിട്ടുള്ള അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡോർ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങോട് തന്നെ നിൽക്കുന്ന യാതൊരു ഡാമേജസോ റീപ്ലേസോ ഒന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണിത്. അപ്പോൾ വശങ്ങളിൽ ഇൻഡിക്കേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്, മിററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മിറർ ഇൻറ്റേർണൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കാഴ്ചയ്ക്ക് സ്പോർട്ടി ലുക്കായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോ 90% ടയേഴ്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ടയറും നല്ല അടിപൊളി ടയറാണ്. 90% ടയർ ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഡീഫോഗർ ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് സ്പോയിലർ സ്പാക്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എഡിഷൻ ആയതുകൊണ്ട് JTP ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ടിയാഗോയുടെ ബാഡ്ജിങ്ങും. അതുപോലെ തന്നെ സാധാരണ പോലെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം 368 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ടയറാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്തൊരു സ്റ്റെപ്പിനി ടയറാണെന്ന് വേണം പറയാനായിട്ട്. സീറ്റൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളെല്ലാം വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ സൈലൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെർഫോമൻസ് എഡിഷനും JTP വാഹനവും ആയതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങളൊക്കെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം കമ്പനി വരുന്ന അതേ കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പഞ്ചിങ് പേസ്റ്റിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിലുള്ള പഞ്ചിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് പറയാം. എക്സ്റ്റീരിയർ ക്വാളിറ്റിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണിത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2018 മോഡൽ സിംഗിൾ ഓണർ വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ ടിയാഗോ JTP പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ടിയാഗോയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ഇതിൻ്റെ AC വെൻറ്റിന് ചുറ്റുമായിട്ടൊരു വണ്ടിയുടെ ബോഡി കളറെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ ലെതർ റാപ്പർ സ്റ്റിയറിങ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓഡിയോ മൗണ്ടർ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ബട്ടണൊക്കെ വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അത് ഒന്ന് ഡാഷ്ബോർഡിലും ഒന്ന് സ്റ്റിയറിംഗ് വീലിലുമാണ്. അതുപോലെ തന്നെ വാഹനത്തിന് ഹാർമൻ ഗാർഡൻ വിത്ത് JBL സ്പീക്കേഴ്സാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഡാഷ്ബോർഡിൽ നമുക്ക് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ JTP ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് വരുന്നത്. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ സീറ്റ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ടോൺ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള റൂഫ് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വാഹനം വരുന്നത് തന്നെ ഇതുപോലെ തന്നെയാണ്, സ്പോർട്സ് പെഡൽ കാര്യങ്ങളെല്ലാം ഇതിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വളരെ നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറും നല്ലൊരു ഭംഗിയുള്ള വൃത്തിയുള്ളൊരു വാഹനം തന്നെയാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടാറ്റ ടിയാഗോയുടെ പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള JTPയുടെ എഞ്ചിൻ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല, മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ABS യൂണിറ്റ് കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്തിരിക്കുന്നത്. ABS, എയർ ബാഗ്, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സോടും കൂടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1200 cc എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 112 bhp പവറാണ് ഈ വാഹനത്തിന് വരുന്നത്. സാധാരണ ടിയാഗോയ്ക്ക് നമുക്ക് 84 PS പവറാണ് വരുന്നത്. അപ്പോൾ ഇത് 112 bhp പവർ 112 PS പവറും വരുന്നുണ്ട്. അതുപോലെ തന്നെ
150 എണ്ണം ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസും മൈലേജും വാഗ്ദാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള ടിയാഗോ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു പെർഫോമൻസ് വാഹനമൊക്കെ ചെറിയ ഹാച്ച് ബാക്കിൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ നിലവിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാനൊരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിസ് കാർസിലൂടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയിരുത്തലേക്ക് എടുക്കാം. 2018 മോഡൽ സിംഗിൾ ഓണർ വെറും 41,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടിയാഗോ JTPയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,88,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. ന്യൂമറിസ് കാർസ് കേരളയ്ക്ക് ആലുവയിൽ 2 ഷോറൂമാണുള്ളത്. ഒന്ന് പ്രിയദർശിനി റോഡിലും 2 GHS അപ്രോച്ച് റോഡ് ബാങ്ക് ജംഗ്ഷനിലുമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.